ദൈവനാമത്തിന് മഹത്വം. എല്ലാവർക്കും വീണ്ടും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. 11 സങ്കീർത്തനങ്ങൾ പഠിക്കുവാൻ സർവ്വകൃപാലുവായ ദൈവം നമ്മളെ സഹായിച്ചു. ഈ സങ്കീർത്തന പഠനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ പഠിക്കുവാൻ പോകുന്നത് 12-ാം സങ്കീർത്തനമാണ്. 12-ാം സങ്കീർത്തനം പഠിക്കുവാൻ ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. നമുക്ക് നോക്കാം 12-ാം സങ്കീർത്തനം. 12-ാം സങ്കീർത്തനത്തിൻ്റെ എഴുത്തുകാരൻ ആരാണെന്നുള്ളത് ഈ സങ്കീർത്തനത്തിൻ്റെ തലക്കെട്ടിൽ തന്നെ എഴുതിയിട്ടുണ്ട്. 12-ാം സങ്കീർത്തനത്തിൻ്റെ എഴുത്തുകാരൻ ദാവീദാണ്. ഈ 12-ാം സങ്കീർത്തനത്തിൽ ആകെ 8 വാക്യങ്ങളാണ് ഉള്ളത്. ഈ സങ്കീർത്തനത്തിൽ നഷ്ടപ്പെട്ടു പോകുന്ന ഭക്തന്മാരെക്കുറിച്ചുള്ള നിലവിളി കാണാം. അത് ഈ കാലഘട്ടത്തിൻ്റെ നിലവിളിയായി കണക്കാക്കാവുന്നതാണ്. ഈ സങ്കീർത്തനം അഷ്ടമരാഗത്തിലുള്ളൊരു സങ്കീർത്തനമാണ്. 8-ാമത്തേത് എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഇത് ഒരു ദുഃഖരാഗമാണ്. മാത്രമല്ല, ശൗൽ ദാവീദിനെ പീഡിപ്പിച്ച കാലത്താണ് ഇതെഴുതിയതെന്നും പറയപ്പെടുന്നു. ഇനി നമുക്ക് ഈ സങ്കീർത്തനത്തിൻ്റെ വിഭജനം നോക്കാം. 8 വാക്യങ്ങളുള്ള ഈ സങ്കീർത്തനത്തെ 4 ഭാഗങ്ങളായി നമുക്ക് തിരിക്കാം. ഇതിൻ്റെ 1-2 വാക്യങ്ങളിൽ ദാവീദിൻ്റെ കാലത്തെ ആത്മീക സ്ഥിതിയെ ഓർത്തുള്ള നിലവിളിയാണ് കാണുന്നത്. 3-4 വാക്യങ്ങളിൽ വമ്പ് പറയുന്ന നാവിന്മേലുള്ള ദൈവത്തിൻ്റെ ന്യായവിധി. 5 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ ദൈവത്തിൻ്റെ ശബ്ദമാണ് നാം വായിക്കുന്നത്. 8-ാം വാക്യം വഷളത്വത്തെക്കുറിച്ചുള്ള വിലാപം. ഇങ്ങനെ 4 ഭാഗങ്ങളായി ഈ സങ്കീർത്തനത്തെ വിഭജിച്ചിരിക്കുന്നു. ഇനി നമുക്ക് ആദ്യത്തെ 1-2 വാക്യങ്ങൾ നോക്കാം. ഇവിടെ 1-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് നാം വായിക്കുന്നത്: യഹോവേ രക്ഷിക്കണമേ, ഭക്തന്മാർ ഇല്ലാതെ പോകുന്നു, വിശ്വസ്തന്മാർ മനുഷ്യപുത്രന്മാരിൽ കുറഞ്ഞിരിക്കുന്നു. 2-ാം വാക്യം: ഓരോരുത്തൻ താൻ്റെ കൂട്ടുകാരനോട് വ്യാജം സംസാരിക്കുന്നു, കപടമുള്ള അധരത്തോടും ഇരു മനസ്സോടും കൂടെ അവർ സംസാരിക്കുന്നു. ഈ 2 വാക്യങ്ങളിൽ ആത്മീയ അധപ്പതനത്തിൻ്റെ അവസ്ഥ കണ്ടുകൊണ്ട് നിലവിളിക്കുന്ന ദാവീദിനെയാണ് നാം കാണുന്നത്. ഇന്ന് നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തെ സംബന്ധിച്ചിടത്തോളം ദൈവ പൈതൽ കണ്ണുനീര് ഒഴുക്കേണ്ട കാലഘട്ടമാണ്. ആത്മീയ ജീവിതം ഒരു നാമമാത്രമായിരിക്കുമ്പോൾ കണ്ണുനീരോടെ ഇടിവിൽ നിൽക്കുന്ന ദൈവജനത്തെ ദൈവം അന്വേഷിക്കുന്നു. ഈ കാലഘട്ടത്തെക്കുറിച്ച് പൗലോസ് പറയുന്നത് ഇങ്ങനെയാണ്. 2 തിമോഥെയോസ് 3-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ നമുക്കത് കാണുവാൻ കഴിയും. 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ ഇങ്ങനെയാണ് പറയുന്നത്: അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും എന്നറിയുക. മനുഷ്യർ സ്വസ്നേഹികളും ദ്രവ്യാഗ്രഹികളും വമ്പ് പറയുന്നവരും അഹങ്കാരികളും ദൂഷകന്മാരും അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരും നന്ദി കെട്ടവരും അശുദ്ധരും വാത്സല്യമില്ലാത്തവരും ഇണങ്ങാത്തവരും ഏഷണിക്കാരും അജിതേന്ദ്രിയന്മാരും ഉഗ്രന്മാരും സൽഗുണദ്വേഷികളും ദ്രോഹികളും ധാർഷ്ട്യക്കാരും നിഗളികളുമായി ദൈവപ്രിയമില്ലാതെ ഭോഗപ്രിയരായി ഭക്തിയുടെ വേഷം ധരിച്ച് അതിൻ്റെ ശക്തി ത്യജിക്കുന്നവരുമായിരിക്കും. അങ്ങനെയുള്ളവരെ വിട്ടൊഴിയുക. വീടുകളിൽ നൂണ് കടക്കുകയും പാപങ്ങളെ ചുമന്നുകൊണ്ട് നാനാമോഹങ്ങൾക്കും അധീനരായി എപ്പോഴും പഠിച്ചിട്ടും ഒരിക്കലും സത്യത്തിൻ്റെ പരിജ്ഞാനം പ്രാപിപ്പാൻ കഴിയാത്ത പെണ്ണുങ്ങളെ സ്വാധീനമാക്കുകയും ചെയ്യുന്നവർ ഈ കൂട്ടത്തിൽ ഉള്ളവരാകുന്നു. യന്നേസും യബ്രേസും മോശയോട് എതിർത്ത് നിന്നതുപോലെ തന്നെ ഇവരും സത്യത്തോട് മറുത്തു നിൽക്കുന്നു. ദുർബുദ്ധികളും വിശ്വാസം സംബന്ധിച്ച് കൊള്ളരുതാത്തവരുമത്രേ. ഇങ്ങനെയുള്ള ഈ കാലഘട്ടത്തെ ദാവീദ് ആത്മാവിൽ കണ്ടുകൊണ്ട് നിലവിളിക്കുന്നതാണ് 1-2 വാക്യങ്ങളിൽ നാം വായിക്കുന്നത്. ഇനി നമുക്ക് 3-4 വാക്യങ്ങൾ നോക്കാം. ഇങ്ങനെയാണ് 3-4 വാക്യങ്ങൾ വായിക്കുന്നത്: കപടമുള്ള അധരങ്ങളെയൊക്കെയും വമ്പ് പറയുന്ന നാവിനെയും യഹോവ ഛേദിച്ചു കളയും. ഞങ്ങളുടെ നാവ് കൊണ്ട് ഞങ്ങൾ ജയിക്കും, ഞങ്ങളുടെ അധരങ്ങൾ ഞങ്ങൾക്ക് തുണ, ഞങ്ങൾക്ക് യജമാനനാരെന്ന് അവർ പറയുന്നു.
ഈ വചനങ്ങളിൽ വായിക്കുന്നത് പോലെ തന്നെ ഇന്നത്തെ കാലഘട്ടത്തിലേക്ക് നാം നോക്കിയാൽ മനുഷ്യർ കാര്യസാധ്യം പ്രാപിക്കേണ്ടതിന് എന്തും സംസാരിക്കുകയും എന്തും പ്രവർത്തിക്കാൻ മടിയില്ലാത്തതുമായ ഒരു കാലമാണ് ഈ കാലഘട്ടം. എന്നാൽ അവരറിയാത്ത ഒരു സത്യം വേദപുസ്തകം വിളിച്ചു പറയുന്നുണ്ട്. മത്തായി എഴുതിയ സുവിശേഷം 12-ാം അധ്യായം അതിൻ്റെ 36-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: എന്നാൽ മനുഷ്യർ പറയുന്ന ഏത് നിസ്സാര വാക്കിനും ന്യായവിധി ദിവസത്തിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അങ്ങനെയെങ്കിൽ മനുഷ്യർ പറയുന്ന ഏത് വാക്കിനും കണക്ക് ബോധിപ്പിക്കേണ്ടി വരുന്നവരാകയാൽ പ്രിയമുള്ളവരെ, നമ്മുടെ വാക്കുകൾ എപ്പോഴും കൃപയോട് കൂടിയതും ഉപ്പിനാൽ രുചി വരുത്തുന്നതും ആയിരിക്കണം. ദൈവ പൈതലിൻ്റെ വാക്കുകൾ മുറിപ്പെടുത്തുന്ന വാക്കുകളേക്കാൾ അത് ആത്മീയ വർധനവ് വരുത്തുന്ന വാക്കുകളായിരിക്കണം. 5, 6, 7 വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നു: എളിയവരുടെ പീഡയും ദരിദ്രന്മാരുടെ ദീർഘശ്വാസവും നിമിത്തം ഇപ്പോൾ ഞാൻ എഴുന്നേൽക്കും. രക്ഷയ്ക്കായി കാംക്ഷിക്കുന്നവനെ ഞാൻ അതിലാക്കുമെന്ന് യഹോവ അരുളിച്ചെയ്യുന്നു. യഹോവയുടെ വചനങ്ങൾ നിർമ്മല വചനങ്ങളാകുന്നു, നിലത്ത് ഉലയിലുരുക്കി 7 പ്രാവശ്യം ശുദ്ധി ചെയ്ത വെള്ളി പോലെ തന്നെ. യഹോവേ, നീ അവരെ കാത്തുകൊള്ളും, ഈ തലമുറയിൽ നിന്നും നീ അവരെ എന്നും സൂക്ഷിക്കും. ആത്മീയ അധപ്പതനത്തിൻ്റെ കാലഘട്ടത്തിലും ദൈവത്തിൻ്റെ ശബ്ദത്തിനായി കാതു കൊടുക്കുന്നവർക്ക് ദൈവം തൻ്റെ ശബ്ദം കേൾപ്പിക്കുമെന്ന് ഈ വചനങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഈ പ്രതിസന്ധികളുടെ എല്ലാം നടുവിൽ പ്രവർത്തിക്കാൻ എഴുന്നേൽക്കുന്ന ഒരു ദൈവത്തെ നാം ഇവിടെ കാണുന്നു. തൻ്റെ ഭക്തന്മാർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവം ഉണ്ട് എന്നുള്ളത് നമ്മുടെ പ്രത്യാശ വർദ്ധിപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അങ്ങനെയെങ്കിൽ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവം ഉണ്ട് എന്നുള്ളത് ഈ കാലഘട്ടത്തിലും മടുത്തു പോകാതെ ദൈവത്തിൽ ആശ്രയിക്കുവാൻ നമ്മെ ഉത്സാഹിപ്പിക്കുന്നു. ഇനി നമുക്ക് അവസാന വാക്യം നോക്കാം. 8-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു: മനുഷ്യപുത്രന്മാരുടെ ഇടയിൽ വഷളത്വം പ്രബലപ്പെടുമ്പോൾ ദുഷ്ടന്മാർ എല്ലായിടവും സഞ്ചരിക്കുന്നു. ഇവിടെ ഭക്തന്മാരില്ലാതെ പോകുന്നു എന്ന് പറഞ്ഞ ദാവീദ് മറ്റൊരു ഭാഗത്ത് പറയുന്നത് ഭക്തന്മാരുടെ കുറവ് ദുഷ്ടന്മാരുടെ വർധനവിന് കാരണമാകുന്നു എന്നാണ്. ദുഷ്ടന്മാർ എല്ലായിടവും സഞ്ചരിക്കുമ്പോൾ, പ്രത്യേകിച്ചും ഇന്നത്തെ കാലഘട്ടത്തിൽ ആത്മീയ ഗോളത്തിൽ പോലും ദുഷ്ടതയുടെ പ്രവണത കാണുമ്പോൾ ദൈവം തൻ്റെ പ്രവൃത്തിക്കായി എഴുന്നേൽക്കുമെന്ന് ഈ വചനം നമ്മെ പഠിപ്പിക്കുന്നു. ഇവിടെ ദൈവം എഴുന്നേൽക്കുന്നത് ഭക്തന്മാരുടെ നിലവിളി മൂലമാണ്. അതുകൊണ്ട് ഭക്തൻ്റെ നിലവിളി കേട്ട് എഴുന്നേറ്റ് പ്രവർത്തിക്കുന്ന ഒരു ദൈവത്തെ ഈ സങ്കീർത്തനം നമുക്ക് വെളിപ്പെടുത്തുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇന്നത്തെ ആത്മീയ അധപ്പതനത്തിൻ്റെ അവസ്ഥയിൽ ഇടിവിൽ നിന്ന് കരയുന്ന നമ്മുടെ നിലവിളിയുടെ മധ്യത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന തിരിച്ചറിവിൽ കർത്താവിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകുവാൻ ദൈവം നമ്മളെ എല്ലാവരെയും സഹായിക്കട്ടെ. ഈ സങ്കീർത്തന പഠനം എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു അനുഗ്രഹമായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്കിത് അനുഗ്രഹമാകുന്നുവെങ്കിൽ ദയവായി അതറിയിക്കാൻ മടിക്കരുത്. മാത്രമല്ല, ഈ സങ്കീർത്തനത്തെക്കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ ദയവായി ചോദിക്കുക. നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നതായിരിക്കും. മാത്രമല്ല, വേറെ എന്തെങ്കിലും അഭിപ്രായങ്ങൾ നമ്മളുടെ ഈ ബൈബിൾ പഠനത്തെക്കുറിച്ച് നിങ്ങൾക്ക് അറിയിക്കാനുണ്ടെങ്കിൽ അതും ദയവായി കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. 12 സങ്കീർത്തനങ്ങൾ പഠിക്കുവാൻ ദൈവം നമ്മളെ സഹായിച്ചു. ആദ്യമായി ഈ വീഡിയോ കാണുന്നവർ ദയവായി 1 മുതലുള്ള സങ്കീർത്തനങ്ങൾ പഠിച്ചിട്ട് ഈ 12-ാം സങ്കീർത്തനം പഠിക്കുവാൻ ശ്രമിക്കുക. ഇതുവരെ നമ്മെ സഹായിച്ച് സർവകൃപാലുവായ ദൈവത്തിന് സകല മഹത്വവും അർപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും വരുന്നത് വരെ എല്ലാവരെയും ദൈവം സൂക്ഷിക്കട്ടെ. എല്ലാവരെയും ദൈവം സഹായിക്കട്ടെ. God bless you all.